നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDFിന്റെ പ്രതീക്ഷയും പിന്നെ മുഖ്യമന്ത്രി ആരാണ് കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്നുണ്ട്. MK രാഘവന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വിവാദം ഉണ്ടാക്കിയത് ഷിയാസാണ്, ഷിയാസിന് എന്ത് അർഹതയാണുള്ളത്, ഷിയാസിന്റെ പരാമർശമാണ് എല്ലാ വിവാദം ഉണ്ടാക്കിയെന്നുള്ളൊരു വിമർശനമാണ് MK രാഘവൻ ഇപ്പം ഡൽഹി പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളോട് പറഞ്ഞാണ് ഡൽഹിയിൽ എനിക്കറിയില്ല അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെങ്കിലും നിങ്ങളാരും ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിക്കുന്നില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ അതോ മറ്റാരെങ്കിലും ആകുമോ അതോ റിയാസ് ആകുമോ എന്നുള്ളതും കൂടി നിങ്ങൾ ചോദിക്കണം. യഥാർത്ഥത്തിൽ സന്തോഷമുണ്ട് UDFിനെ സംബന്ധിച്ച്. കാരണം മുഖ്യമന്ത്രി UDFിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകർക്കും ഒരു സംശയമില്ല, ഒരു നവമാധ്യമങ്ങൾക്ക് അല്ല. AICCക്ക് ഉള്ള ഒരു രീതിയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരാളെ തന്നെ പ്രഗത്ഭരായവരിൽ നിന്ന് ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിൽ, UDFിൽ. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരാളെ AICC പ്രഖ്യാപിക്കും. അതിനകത്തൊരു ചർച്ച വരേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും അധികാരം കിട്ടുകയെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിന് മുന്നേ ഇത്തരത്തിലുള്ള ഈ ഒരു ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കോൺഗ്രസിനകത്ത് വരുന്നത് തന്നെ അത് നല്ലതാണോ? അല്ല, ഇതിന്റെ മറുപടി നിങ്ങൾ കൊടുക്കണം കേട്ടോ. കോൺഗ്രസിനകത്തും നല്ല ചർച്ച വന്നു. ചർച്ച വന്നത് എവിടുന്നാണ്? ചർച്ച വന്നത് മാധ്യമങ്ങൾക്കുള്ളിൽ. നിങ്ങൾ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുക. കാരണം നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDFിൽ നിന്നാണ് മുഖ്യമന്ത്രി എന്ന് പറയുകയും അത് ആരായിരിക്കുമെന്ന് നിങ്ങൾ വലിയ ആവേശത്തോടെ വലിയ ആൻസൈറ്റിയോടെ നിങ്ങൾ ചിന്തിക്കുന്നു. അതാണ് ആൻസൈറ്റിയോടെയാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് UDFുകാർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി ആര് മുഖ്യമന്ത്രി ആയാലും UDFിനെ സംബന്ധിച്ച് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അത് ചില മാധ്യമങ്ങൾ വളരെ മാന്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അവരുടെ ആളുകളെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ വളരെ കൃത്യമായി ചില അജണ്ട വെച്ച് ഇതിൻ്റെ അകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ മാധ്യമങ്ങൾ ആരൊക്കെയാണെന്നും ഞങ്ങൾക്കറിയാം. അപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും UDFിൻ്റെ മുഖ്യമന്ത്രി വരും എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. രണ്ടുപേരോട് സന്തോഷം. ഈ എറണാകുളം ജില്ലയിലെ കൊച്ചിയിൽ പ്രത്യേകിച്ച് ഷിയാസിന്റെ ജയത്തെ സംബന്ധിച്ച് ചില സംശയങ്ങളൊക്കെ ചില നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് അതിന്റെ ചില ഓഡിയോ വിളി വരുന്നു? പിന്നെ അവിടെ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ വേണ്ട ആളുകളുണ്ടായി. അല്ലെങ്കിലും ഷിയാസിന് ജയം ഷുവറാണെന്ന കാര്യത്തിലൊക്കെ ഒരു സംശയം വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്, റിപ്പോർട്ട് വരുന്നുണ്ട്. 14 പേരും എറണാകുളത്ത് ചെയ്തു. ഞങ്ങളുടെ പ്രതീക്ഷ എറണാകുളം ജില്ലയായിരിക്കും 100 ഔട്ട് ഓഫ് 100. അല്ല, കൊച്ചി മണ്ഡലത്തിൽ വേണ്ട രീതിയിൽ പാർട്ടി സംവിധാനം ഉണ്ടായില്ല. പാർട്ടി സംവിധാനം വേണ്ടത് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞു. വൈപ്പിൻ കിട്ടും, തൃപ്പൂണിത്തുറ കിട്ടും, കോതമംഗലം കിട്ടും. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങളാണ്. ഇതെല്ലാം കിട്ടും ഇപ്രാവശ്യം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. KCക്ക് തന്നെ പിന്തുണയുണ്ടോ?